പ്രിയമുള്ളവരെ, വചനജ്വാല 1232 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 14 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവെ, എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത്? ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നതെന്ത്? ദുഷ്ടർ ഗർവോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു. അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ. ദുഷ്ടൻ തന്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് വൻപ് പറയുന്നു. അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു. ദുഷ്ടൻ തന്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല. ദൈവമില്ല എന്നാണ് അവന്റെ വിചാരം. അവന്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു. അവിടുത്തെ ന്യായവിധി അവനെ കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ്. അവൻ തന്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു കാലത്തും എനിക്ക് അനർത്ഥം ഉണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു. അവന്റെ വായ് ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു. അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു. ഒളിച്ചിരുന്ന് അവൻ നിർദോഷരെ കൊല ചെയ്യുന്നു. അവന്റെ കണ്ണുകൾ നിസ്സഹായരായവരെ ഗൂഢമായി തിരയുന്നു. പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു. പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിൽ അമർത്തുന്നു. നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു. ദുഷ്ടന്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ നമ്മൾ ഇന്ന് നീലകണ്ഠപിള്ള എന്ന ലാസർ ദേവസഹായം പിള്ളയെ അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ്. അക്രൈസ്തവനായി ജനിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് സഹനങ്ങൾക്കൊടുവിൽ ധീര രക്തസാക്ഷിയായി ജീവിച്ച് മരിച്ച വ്യക്തിയാണ് ലാസർ ദേവസഹായം പിള്ള. 2022 മെയ് 15 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വിശുദ്ധ ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. ഇന്ന് ആ വിശുദ്ധന്റെ തിരുനാൾ ഏറ്റവും ഗംഭീരമായി ആഗോള സഭയിൽ ആഘോഷിക്കുകയാണ്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള തമിഴ്നാട്ടിലെ കോട്ടൂർ കത്തീഡ്രലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാരതത്തിന്റെ ആദ്യ അൽമായ രക്തസാക്ഷി കൂടിയാണ് ഈ വിശുദ്ധൻ. പ്രിയരെ, ഇന്നു തന്നെയാണ് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ മലാക്കിയെയും അനുസ്മരിക്കുന്നത്. ആൻമാർഗിലെ ഒരു കുലീന കുടുംബത്തിൽ ജനനം, ബെനഡിക്ടൻ ആശ്രമത്തിൽ പഠനം, 25-ാം വയസ്സിൽ പുരോഹിതനായി, 29-ാം വയസ്സിൽ ബാംഗൂറിലെ ആബട്ടായി, 30-ാം വയസ്സിൽ കോണൂറിലെ മെത്രാനായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. 38-ാം വയസ്സിൽ ആൻമാർഗിലെ മെത്രാപ്പോലീത്തയായി. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും തീഷ്ണതയോടെ 2 രൂപതകളും ഭരിച്ചു.
44-ാം വയസ്സിൽ ആൻമാർഗിലെ സ്ഥാനമെല്ലാം രാജിവെച്ച് കൊണൂറിലേക്ക് മടങ്ങി. അനന്തരം മലാക്കി പിതാവ് മാർപ്പാപ്പയെ കാണുകയും അയർലൻഡിലെ പേപ്പൽ പ്രതിനിധിയായി നിയമിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ കൂടി റോമ യാത്ര ചെയ്തു. മടക്കയാത്രയിൽ 54-ാം വയസ്സിൽ ക്ലെയർവോ ആശ്രമത്തിൽ വിശുദ്ധ ബെർണാഡിന്റെ കരങ്ങളിൽ കിടന്ന് സകല മരിച്ചവരുടെയും ഓർമ്മ ദിനത്തിൽ ഈ ലോകത്തു നിന്നും യാത്രയായി. ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മാർപ്പാപ്പമാരെ പറ്റി ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയാണ് വിശുദ്ധ മലാക്കി ഈ ലോകവാസം വെടിഞ്ഞത്. അത്ഭുത പ്രവർത്തനായ വിശുദ്ധ മലാക്കിയുടെയും ധീര രക്തസാക്ഷിയായ വിശുദ്ധ ലാസർ ദേവസഹായം പിള്ളയുടെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചന ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.